ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ തിരഞ്ഞെടുക്കുക. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡല്ലേ തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണോ തിരഞ്ഞെടുക്കേണ്ടത്? ഒതുങ്ങിയിരിക്കണം, വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്ക്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര റീച്ചാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തതും എന്നാൽ വളരെ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് പറയുന്നത് കൊച്ചിനെ നോക്കുന്നില്ല, കൊച്ചിനെ നോക്കാതെ ഇങ്ങനെ തോന്നിയ പോലെ നടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ തിരഞ്ഞെടുക്കുക. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡല്ലേ തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണോ തിരഞ്ഞെടുക്കേണ്ടത്? ഒതുങ്ങിയിരിക്കണം, വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. ആ കുട്ടി ഭർത്താവ് മരിച്ച കുട്ടിയാണ്. ആ കുട്ടിയുടെ കുട്ടിയും രേണുവിൻ്റെ കുട്ടിയെയും ആ കുട്ടിയുടെ അമ്മയും അച്ഛനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും എന്തുകൊണ്ടാണ് വീട്ടിൽ വന്ന് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആ കുട്ടിയെ നോക്കാനുള്ളത്? ഒരു വരുമാനം തേടിയാണ് ആ കുട്ടി ഈ ഫീൽഡിലേക്ക് വന്നത്. പിന്നെ ആ കൊച്ചിനെ നോക്കാൻ ആരാ ഉള്ളത്? അപ്പോൾ ആരൊക്കെ ആയാലും, ഇപ്പോൾ ഞാനായാലും എൻ്റെ കുട്ടികളെ സേഫായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഞാൻ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പേരൻസിനെയാണ്. അത് രാജ്യത്ത് ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഒരു വീട്ടിൽ നമ്മളുടെ മക്കളെ നോക്കാൻ നമ്മളുടെ അമ്മയും അച്ഛനും വന്നിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും. അവർ വരാത്തത് കൊണ്ട് വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കിപ്പിക്കാൻ വന്ന് ഇരുത്തിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരാളെ കുറ്റം പറയാനൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലേ, പ്രാക്ടിക്കലല്ലേ ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കാറുള്ളതല്ലേ. ഇതൊന്ന് പുതിയ വിഷയമല്ലല്ലോ. വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ട് രേണുസുതി ഇപ്പം ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകുമ്പോൾ തൻ്റെ സ്വന്തം കുഞ്ഞിനെ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവരല്ലേ ഏൽപ്പിക്കുക. അപ്പോൾ രേണുസുതിയുടെ പാരൻസാണ് ഏറ്റവും സേഫ് എന്ന് തോന്നിയിട്ടുണ്ടാകും. അവരെയല്ലേ ഏൽപ്പിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? പിന്നെ രേണുസുധയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു തൊഴിലുമില്ല. അവർ ഈ കൊച്ചിനെ നോക്കി ആ വീട്ടിലിരിക്കണം. ഇവർക്ക് 3 പേർക്കും ചുരുങ്ങിയത് ആ കൊച്ചിനെ നോക്കണം. കൊച്ചിൻ്റെ ഈ രേണുവിൻ്റെ അമ്മയും അച്ഛനെയും ഒക്കെ നോക്കാനുള്ള വരുമാനം വേണ്ടേ? ആ കുട്ടി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോടെ എന്ന് പറയാൻ എനിക്കൊരു യോഗ്യതയില്ല. ഞാൻ ആ കുട്ടിക്ക് 5 പൈസ കൊടുക്കാൻ പോകുന്നില്ല. ഒരു ജോലി പോലും എനിക്ക് കൊടുക്കാൻ കഴിവില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയെ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യം, ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ഒരു കുറവും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അത് കുറവ് തോന്നിയാൽ തന്നെ ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ലല്ലോ. ആ കുട്ടിയെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും എനിക്ക് പരിഹസിക്കാനോ പുച്ഛിച്ച് സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ, നമ്മുടെ കുടുംബത്തിലെ ഇഷ്ടം പോലെ ഉണ്ട് ഭംഗിയില്ലാത്തവരെന്ന് നിങ്ങൾ പറയുന്ന പോലെ. ഈ കുട്ടിയെക്കാളും കാണാൻ ഭംഗിയില്ലാത്തവർ എൻ്റെ കുടുംബത്തിലുണ്ട്. അവരെയൊക്കെ പരിഹസിച്ച് നടക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും വലിയ ഐശ്വര്യറായി ഒന്നല്ല. എല്ലാവർക്കും അവരുടേതായ എല്ലാവരും സുന്ദരന്മാരാണോ നമ്മളുടെ കുടുംബത്തിൽ? എൻ്റെ കുടുംബത്തിലില്ല. എന്തിനാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്? ഞാൻ ചിന്തിക്കുന്നത് അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാതെ നന്നായി ജനിക്കുക എന്നുള്ളതാണ്. അസുഖങ്ങളൊന്നുമില്ലാതെ. എത്രയോ വീട്ടിൽ ആൾക്കാർ അസുഖങ്ങളായിട്ട്, എന്തെല്ലാം അസുഖങ്ങളാണ്. എത്ര വീട്ടുകാർ, അമ്മയും അച്ഛന്മാർ കുട്ടികൾക്ക് അസുഖമായിട്ട് വേദനിച്ച് കഴിയുന്നവരുണ്ട്. ഭാര്യയ്ക്ക് സുഖമില്ലാതെ വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഭർത്താവിന് എന്തെല്ലാം അസുഖങ്ങളൊക്കെ വന്ന് കിടക്കണം. അതൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലേ സൗന്ദര്യമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ വീട്ടിൽ സുഖമായി ഇരിക്കുക. എല്ലാവരും മാസം അവരെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് കൊണ്ടുപോയി കൊടുക്കുക. ആ കുട്ടി സുഖമായി ഇരുന്നോളും. ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. നമ്മൾക്ക് പറ്റുമോ? എന്നെ ആ കുട്ടിയെ അട്രാക്റ്റ് ചെയ്തത് ഇത്രയും അറ്റാക്ക് ആ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടും ആ കുട്ടിയുടെ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എപ്പോഴും കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കുട്ടിയുടെ ആ ഒരു അപ്രോച്ച് കേട്ടോ.
എന്തുമാത്രം ബാഡ് കമൻസാണ് ആ കുട്ടിക്ക് നേരെ വരുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക്, സാധാരണ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്നിട്ടും അതെല്ലാം വെച്ചിട്ടും ആ കുട്ടി പബ്ലിക് എത്രത്തോളം ആ കുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു, അത്ര ആ കുട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരികയാണ് ലൈഫിൽ. ഭയങ്കര ഒരു അച്ചീവ്മെൻ്റാണത്. എല്ലാ പെൺകുട്ടികളും കണ്ടുപിടിക്കേണ്ട ഒരു പ്ലസ് പോയിൻ്റാണത്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ തളരാൻ പാടില്ല. ഇതുപോലെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്ത് ജീവിതം വെട്ടിപ്പിടിക്കണം. ആ കുട്ടി ഇപ്പോൾ ഇന്ന് ബിഗ് ബോസിൽ ഇന്ന് നമ്മൾക്ക് രാത്രി കാണാൻ പറ്റും. അപ്പോൾ എവിടെ എത്തി, എന്തെല്ലാം നമ്മൾ ആ കുട്ടിക്ക് നേരെ ആരെന്തെല്ലാം പറഞ്ഞാലും എല്ലാം നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മളെന്താവണം, തളരണോ അതോ ഉണരണോ എന്നുള്ളതൊക്കെ നമ്മളുടെ കയ്യിലാണുള്ളത്. ഒരാളും പറഞ്ഞത് കേട്ട് നമ്മളുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യരുത്. ഒരാളും നമ്മളുടെ അച്ചീവ്മെൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. 99% ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല അസൂയുള്ളവരാണ്. ഇപ്പം ഇത് രേണുസുധയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യത്തിലും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളെ കാണാതെ നിങ്ങളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളോട് പറയാം, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ള എത്ര സ്ത്രീകളുണ്ടാകും നമ്മളുടെ നാട്ടിൽ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന എത്ര ഭാര്യമാരുണ്ടാകും? മരുമകളെക്കുറിച്ച് നല്ലത് പറയുന്ന എത്ര അമ്മായിയമ്മമാരും അമ്മാനച്ഛന്മാരും ഉണ്ടാകും? പോട്ടെ, സ്വന്തം വീട്ടിലെ അമ്മയും അച്ഛനും തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളെ പല രീതിയിൽ കാണുന്നവരാണ്. അവർക്ക് മക്കളോട് വരെ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ പറയാൻ അവർക്കുണ്ടാകും. ചിലപ്പോൾ നല്ലതുണ്ടാവും, മോശമായതുണ്ടാവും. ആരും എല്ലാം തികഞ്ഞവരൊന്നും ഇല്ല. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും നല്ലതും എല്ലാം ഉണ്ട്. നമ്മളൊന്നും ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യുക. ഒരാളെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തളർത്താൻ, നമ്മളൊന്നും നന്നായി വരണമെന്ന് കാണുമ്പോൾ അതിൻ്റെ അസൂയ തളർത്താൻ സ്വന്തം വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടാകും. അറിയോ, ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ ആ കുട്ടിയെക്കുറിച്ചുള്ളതായതുകൊണ്ട് കുറച്ച് ഞാൻ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു. എനിക്ക് പിന്നെ മനഃപൂർവ്വം ആ കുട്ടിയെ കരിവാരി തേക്കാനോ പിന്നെ പരിഹസിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല. ആ കുട്ടിയെ എന്നല്ല, ആരെ ആയാലും എല്ലാവരിലും നല്ല പ്ലസ് പോയിൻ്റ് കാണുന്ന ആൾക്കാരാണ്. പിന്നെ ആ കുട്ടി ഇപ്പോൾ അത്ര വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എടുത്തു, ഭർത്താവ് മരിച്ചു, ആരും നോക്കാനില്ല. ആ കുട്ടി ഒരു ജോലിക്ക് ഇറങ്ങി, എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യണം. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്, ആ കുട്ടി പറയുന്നുണ്ടല്ലോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ്. നമ്മളുടെ ഇഷ്ടം എന്തിനാണ് ആ കുട്ടി നോക്കുന്നത്? നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക. നമ്മളാരാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ആ കുട്ടി ഏറ്റെടുക്കണം എന്ന് പറയാം? എന്നാൽ പിന്നെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ജോലി കൊടുക്കാൻ ആരെങ്കിലും ആൾക്കാരുണ്ടോ? നല്ല ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ? അത് ആ കുട്ടി വീട് പണിക്ക് പോകണോ? അതോ കിളയ്ക്കണോ? എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതിലൊന്നും അല്ല കാര്യം. നമ്മളെ കുറ്റം പറയാനും പുറത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കുറ്റം പറയുന്നതും അസൂയോടെയുള്ള നോട്ടത്തോടെ നോക്കുന്ന കുറേ ആൾക്കാർ നമ്മൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണം കേട്ടോ. ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളെ കുറ്റം പറയാൻ 100 പേര് നമ്മളുടെ പിന്നാലെയും മുന്നിലും സൈഡിലും ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എല്ലാം തികഞ്ഞവരും അല്ല നമ്മൾ. ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പോവാൻ എത്ര സെക്കൻഡുകൾ മതി. അടുത്ത സെക്കൻഡിൽ നമ്മൾക്ക് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. വെറുതെ ഒന്ന് കിച്ചണിൽ പോയി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തീയുന്ന ആൾ കത്തുക അല്ലെങ്കിൽ എങ്ങനെയും നമ്മുടെ ദേഹത്ത് പിടിക്കുകയും ചെയ്താൽ നമ്മളുടെ മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തിൻ്റെ അവസ്ഥ എന്താവും? ഇതാണോ സൗന്ദര്യം? നല്ല മനസ്സാണ്. ഞാൻ ആ കുട്ടിയിൽ കണ്ടത് നല്ല മനസ്സാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പാവം അതിന് മറ്റുള്ളവർ പരിഹസിക്കുന്നത് പോലും അതിന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അത്രയും ശുദ്ധമായ മനസ്സാണ് അതിനുള്ളത്. ആ കമൻറ്റ് താഴെ വന്ന് കമൻറ്റ് ഇടുന്നവർക്കറിയാം ആ കുട്ടിയെ പരിഹസിക്കുകയാണെന്ന്. അത്ര പോലും അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഫീൽഡിലേക്ക് ഇറങ്ങിയ ആ ഒരു ഇതിൽ ആ കുട്ടിക്ക് കുറേ കഴിയുമ്പോൾ പരിചയം ആയിക്കോളും.
എന്താണ് ഏതാണ് പറയുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ആ കുട്ടിക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും രേണുസുതി പിന്നെ ബിഗ് ബോസിൽ കയറി ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കുട്ടിക്കൊന്ന് കയറണേന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ആ കുട്ടിക്കൊരു വരുമാനം കിട്ടുമല്ലോ, പ്രത്യേകിച്ച് വീക്ക്ലി 1 to 2 lakhs വരെയാണ് അതിൻ്റെ പിന്നെ സാലറിന്ന് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ഞാൻ ഏതൊക്കെയോ കുറച്ച് ചെറിയ ഷോർട്സ് കണ്ടിരുന്നു ഓരോരുത്തരും വാങ്ങിയ സാലറി. മിനിമം രേണുസുതിക്ക് കറക്റ്റായിട്ട് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ മിനിമം 1 lakh എങ്കിലും വീക്കിലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കുട്ടിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ, വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഈയിടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, മലയാള മങ്കയായിട്ട് മോഡലായിട്ട് വന്നത്. സത്യത്തിൽ ഞാനത് ആസ്വദിക്കുക ചെയ്തത്. എന്തൊരു ഭംഗിയാണ് ആ കുട്ടിയുടെ ദേഹം കാണാൻ. ഞാൻ മുഖമല്ല നോക്കിയത്, മുഖത്തിന് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാനങ്ങനെ പരിഹസിക്കുന്ന ആളുമല്ല, എനിക്ക് പരിഹസിക്കാൻ മാത്രം മോശമാണ് ആ കുട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊരു ബോഡി ഷേപ്പാണ്. ഞാൻ തന്നെ ആ വീഡിയോ ഒരുപാട് തവണ ഞാൻ എന്താ പറയുക സന്തോഷത്തോടെ കണ്ട വ്യക്തിയാണ് ഞാൻ. ഈ പ്രായത്തിൽ ആ ബോഡി ഷേപ്പ് അപ്പോൾ ഞാനൊക്കെ ഇത്ര പ്രാവശ്യം കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വൾഗാരിറ്റി അതിൽ തോന്നി. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ആ കുട്ടിക്ക് പാട്ട് പാടാൻ നന്നായി അറിയാമെന്നുള്ളത്. പിന്നെ ഏതോ നാടകത്തിൽ അങ്ങനെ എന്തോ നാടക സംഭവം സ്റ്റേജിൽ നാടകത്തിൽ ആ കുട്ടി കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, നാടകം. പിന്നെ ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണ്. പിന്നെയും ഞാൻ 1-2 അറിഞ്ഞു കേട്ടോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഇത്രയൊക്കെ കഴിവുള്ള കുട്ടിയാണോ അത്? അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഓടിച്ചാടി ഈ മീഡിയയിൽ വന്നതല്ല കുട്ടി. സാധാരണ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ആ കുട്ടിക്കുണ്ട്. ഇതെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. പക്ഷെ പോസിറ്റീവായി ചിന്തിക്കുന്നവർ നല്ലത് മാത്രം ചിന്തിക്കാനും പറയാനും കഴിയുന്ന ആൾക്കാരൊന്നും ആ കുട്ടിയെക്കുറിച്ച് ഒന്നും പറയില്ലെന്നാണ് എൻ്റെ ധാരണ. എനിക്ക് കഴിയില്ല എന്തായാലും. ആ കുട്ടിയെ എത്രമാത്രം അറ്റാക്ക് ചെയ്യാൻ ആ കുട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ആരുടെയെങ്കിലും സ്വത്ത് തട്ടിപ്പറിച്ചോ? കഞ്ചാവ് കയ്യിൽ വെച്ച് പിന്നെ പോലീസ് പിടിച്ചോ? ആരുടെയെങ്കിലും കൂടെ പിന്നെ കൊച്ചിനെയും വിട്ട് ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയോ? ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഓടിപ്പോയോ? എന്തെല്ലാം നാട്ടിൽ നടക്കണു. അങ്ങനത്തെ യാതൊരു ക്രൈമും ആ കുട്ടിയുടെ ഇല്ലീഗലായിട്ട് ഒരു കാര്യം ആ കുട്ടി ചെയ്തിട്ടില്ല. ആ കുട്ടി ഈ ഫീൽഡിൽ ഇറങ്ങിയതും വല്ലപ്പോഴും ആ കുട്ടിയുടെ ഒരു വയറ് കാണിക്കുന്നതാണോ എത്ര വലിയ വിഷയം? എത്ര വലിയ നടിമാർ ഇതിനേക്കാളും മോശമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അതെല്ലാം കണ്ട് ആസ്വദിക്കുന്നവരുമാണ് നമ്മൾ. എനിക്കെപ്പോഴും എല്ലാവരെയും കുറച്ച് മോശമായിട്ട് എല്ലാവരെയും കുറ്റം മാത്രം കണ്ട് അവരോട് സംസാരിക്കാൻ, കുറ്റം പറയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ഞാനത് പ്രോത്സാഹിപ്പിക്കുക, എൻ്റെ മക്കളെയും ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ പറയാം, കഴിയുന്നതും ആരുടെയും കുറ്റങ്ങൾ കാണാതിരിക്കുക, അവരുടെ നന്മകൾ മാത്രം കാണുക. നമ്മൾ ചെയ്യുന്ന അനാവശ്യമായി നമ്മളെ ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അറ്റാക്ക് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കിലും പ്രവൃത്തിയിലും കർമ്മയുണ്ട്. അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ ഇരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. നമ്മളെല്ലാവരും ഒരു ദിവസം തളർന്ന് കിടക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് നമ്മൾ ചെയ്ത് കൂട്ടിയതെല്ലാം നമ്മൾക്ക് ഓർമ്മ വരും. അതിനെക്കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞ വാചകങ്ങളും ചെയ്ത പ്രവർത്തികളും എല്ലാ കർമ്മഫലം ഇപ്പം തന്നെ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. സത്യമാണത്. അങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെയൊക്കെ പലരുടെയും അവസാനം ഞാൻ കണ്ടിട്ടുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഞാൻ ആരോഗ്യമുള്ള സമയത്ത് നമ്മളെപ്പോലെ ആരുമില്ല, എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഒരു എൻഡ് ഉള്ളത് നമ്മൾ ആ സമയത്ത് അറിയുന്നേ ഇല്ല, അല്ലേ?
പക്ഷേ എനിക്ക് പേടിയാണ്. ഞാൻ എൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച്, ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും നമ്മളുടെ ഒരു ശക്തി അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ലേഡീസിനോടാണ്. നമ്മൾ ലേഡീസ് ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയരുത് എന്നൊരു റിക്വസ്റ്റാണ് എനിക്ക് ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ആ കുട്ടിയിൽ കണ്ടു പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ തളർത്തിയാലും നമ്മൾ തളരാൻ പാടില്ല. അതുപോലെ സ്റ്റേണായിട്ടും ഫ്രണ്ടിലേക്ക് വരണം. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കെൻ്റെ ജീവിതമാണ് വലുത്. നമ്മളെല്ലാം പറയുന്നത് കേട്ട് ആ കുട്ടി വീട്ടിലിരുന്ന ആർക്കാണ് നഷ്ടം? ആ കുട്ടി കഷ്ടപ്പെടുമ്പോൾ ആരും ആ കുട്ടിയെ സഹായിക്കാൻ പോവില്ല. നമ്മൾക്കെല്ലാം കഴിയുന്നത് സന്തോഷിക്കുന്നവരാണ്. അത് ആ കുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത്. എത്ര സന്തോഷമായിട്ടാണ് ആ കുട്ടി ജീവിച്ചത്. അപ്പോൾ ഉള്ളിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ 4 ഭാഗത്തു നിന്നും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ബാഡ് കമൻസൊക്കെ വരുമ്പോൾ എന്തായാലും മനുഷ്യനല്ലേ, വേദനിക്കാതിരിക്കില്ല. പക്ഷെ ആ വേദന എല്ലാം മറച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തള്ളി ആ കുട്ടിയുടെ ലൈഫിലേക്ക്, ഫ്യൂച്ചറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ പീഡനമാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്തു, ഇനി എനിക്ക് എൻ്റെ ജീവിതം നശിച്ചു എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതും, അല്ലെങ്കിൽ അത് തന്നെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട് അവിടെ തന്നെ ജീവിക്കുന്നതൊന്നുമല്ല ജീവിതം. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഇറങ്ങണം. ജോലി മസ്റ്റാണ്. ഒരു ജോലി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്ത് പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും അപ്പോഴേ നിങ്ങൾക്ക് വിലയുണ്ടാവുള്ളൂ. ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാൻ പോകുന്നത്, അടുത്ത വീഡിയോയിൽ ഒരു ഗിവ് അവേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ആ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റിന് എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ മറുപടി തരുന്നുണ്ട്. ഞാൻ ഇതുവരെയുള്ള എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ. ഞാൻ കാത്തിരിക്കും നിങ്ങളുടെ കമൻറ്റുകൾ കേൾക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ഗിവ് അവേ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഓണം വരാൻ പോകുന്നതല്ലേ, ഒരു സന്തോഷം. പിന്നെ അതുകൂടാതെ എനിക്ക് നിങ്ങളോട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ 1K ആയി. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതും പ്രമാണിച്ച് ഓണമായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഓണം വരാൻ പോകുകയാണ്, എനിക്ക് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിവ് അവേ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് 1K ആയപ്പോൾ അതിലേറെ സന്തോഷമായി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കുറേ പേര് നമ്പർ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എൻ്റെ നമ്പർ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അത് മനസ്സിലായില്ല തോന്നുന്നു. വീണ്ടും കമൻറ്റിൽ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് നമ്പർ വേണമെന്ന്. നിങ്ങൾ ആ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഞാൻ ഈ വീഡിയോയിലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം എൻ്റെ നമ്പർ കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.